മരിക്കുന്നതിന് തൊട്ടു മുൻപ് അതുല്യ തന്റെ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശമാണിത്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. 18ാമത്തെ വയസ്സിൽ തന്നേക്കാൾ ഏറെ പ്രായക്കൂടുതലുള്ള ഒരാളുമായി വിവാഹം കഴിക്കേണ്ടി വന്ന ഈ പെൺകുട്ടിക്ക് പക്ഷേ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ്. മുൻപ് ഫഹദ് ഫാസിൽ അഭിനയിച്ച കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ഷമ്മി എന്ന കഥാപാത്രം ഒരു സൈക്കോ ഭർത്താവിനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്നാൽ ആ കഥാപാത്രത്തെ പോലും തോൽപ്പിക്കുന്ന ഒരു സൈക്കോയാണ് അതുല്യ എന്ന പെൺകുട്ടിയുടെ ഭർത്താവായ സതീഷ് ശങ്കർ. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മരണത്തിന്റെ തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും സഹോദരിക്ക് അതുല്യ അയച്ചു നൽകിയിരുന്നു. തന്റെ മകൾ ഒരിക്കലും ജീവനൊടുക്കില്ല എന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷിൽ നിന്നും നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തുന്നു. അതുല്യയുടെ മകളായ 10 വയസ്സുകാരി ആരാധ്യ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം ചവറ തെക്കുംഭാഗം കോയിവിളയിലെ വീട്ടിലാണ് താമസിച്ചു വരുന്നത്. തന്റെ അമ്മ മരണപ്പെട്ട വിവരം ആരാധ്യ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. മകളുമൊത്താണ് അതുല്യ ഷാർജയിലേക്ക് പോയിരുന്നതെങ്കിലും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തിരിച്ച് ആരാധ്യ നാട്ടിലേക്ക് തന്നെ പോകുന്നത്. കഴിഞ്ഞ 1 വർഷമായി അതുല്യ ഭർത്താവിനൊപ്പം ഷാർജയിലാണ് താമസിച്ചു വന്നിരുന്നത്. ബന്ധുക്കൾ പുറത്തുവിട്ട വീഡിയോയിൽ ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ വ്യക്തമാക്കുന്നതാണ്. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം. വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. ഒരു സൈക്കോയെ പോലെയാണ് ആ വീഡിയോകളിൽ ഭർത്താവ് പെരുമാറുന്നത്. കൂടാതെ ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ബന്ധുക്കൾ ഉയർത്തുന്നത്. മദ്യപിച്ചു കഴിഞ്ഞാൽ സതീഷ് ഒരു മനുഷ്യമൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം മർദ്ദനം പരിധി വിട്ടപ്പോൾ മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതാണ്. എന്നാൽ പിന്നാലെ സതീഷ് വീട്ടിലെത്തി കരഞ്ഞ് കാല് പിടിച്ചതോടെ അതുല്യ തന്നെ മനസ്സലിഞ്ഞ് അയാൾക്കൊപ്പം പോവുകയായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. കൂടാതെ സതീഷിന് കുഞ്ഞിനോട് മകൾ എന്ന ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല. ഇത് അയാൾ തന്നെ പറഞ്ഞിരുന്നുവെന്നും രാജശേഖരൻ പിള്ള പറയുന്നുണ്ട്. അതുല്യയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യ സമാധാനവും സ്വസ്ഥതയും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇതൊന്നും കൂടാതെ സതീഷ് ഒരു പ്രത്യേക സ്വഭാവക്കാരൻ കൂടിയായിരുന്നു. ആരും അതുല്യയെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കോടതി വരെ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് കൗൺസിലിംഗും മറ്റും നടത്തിയാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദുബായിലെ ഒരു നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് തലേന്ന് രാത്രി അതുല്യയുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ 4ഓടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മാസങ്ങളായി തുടരുന്ന ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്കാതെ വയ്യാതെ അതുല്യ ഷാർജ പോലീസിലും പരാതി നൽകിയിരുന്നു. ബിരുദധാരിയായ അതുല്യ ജോലി ചെയ്യാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സതീഷ് ഇതിന് സമ്മതിച്ചിരുന്നില്ല. റോളയിലെ ഫ്ളാറ്റിൽ കൂട്ടിലിട്ട കിളിയെപ്പോലെയായിരുന്നു ഈ യുവതിയുടെ ജീവിതമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മദ്യത്തിൽ മുങ്ങിത്താഴുന്ന സതീഷ് മിക്ക ദിവസങ്ങളിലും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച് മതോന്മത്തനായിട്ടാണ് ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്താറുള്ളത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം സഫാരി മാളിലെ സ്ഥാപനത്തിൽ അതുല്യയ്ക്ക് ജോലി ശരിയാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ജോലിയിൽ പ്രവേശിക്കാനിരിക്കവെയാണ് അതുല്യ ജീവിതം അവസാനിപ്പിക്കുന്നത്.